ബേപ്പൂരിൽ കോണി ചിഹ്നത്തിലോ കൈപ്പത്തി ചിഹ്നത്തിലോ സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നുവെങ്കിൽ ബേപ്പൂർ കൂടെ ജയിക്കാമായിരുന്നു, കോഴിക്കോട് എല്ലാ സീറ്റിലും ജയിക്കാമായിരുന്നു എന്ന് DCC പ്രസിഡൻ്റായിരിക്കുന്ന ഇപ്പോൾ കൊയിലാണ്ടി MLA ആയിരിക്കുന്ന പ്രവീൺ കുമാർ പറഞ്ഞത് തുടക്കമിട്ട ഒരു വിവാദം. അത് ഒരു ബേപ്പൂർ മണ്ഡലത്തെ മാത്രം കേന്ദ്രീകരിച്ചുള്ളതല്ല. PV അൻവറാണ് ബേപ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ UDF തീരുമാനിച്ചൊരു സ്ഥാനാർത്ഥിത്വമായിരുന്നു PV അൻവറിൻ്റേത്. അതിനു മുൻപേ തന്നെ UDFന് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നൊരുക്കത്തിന് അവസരം തുറന്നിടുന്നതിൽ PV അൻവർ വഹിച്ച പങ്ക് അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിരിക്കെയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു 3 മാസം പിന്നിടുമ്പോൾ ആദ്യം പ്രവീൺ കോഴിക്കോട് DCC പ്രസിഡൻറ്റ് ഈ അഭിപ്രായം പറയുന്നു. PV അൻവർ അതിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി പറയുന്നു. തൊട്ടു പിറകെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ബേപ്പൂർ മുമ്പ് മത്സരിച്ച IUMLൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന മായിൻ ഹാജി PV അൻവറിനെ ഏതാണ്ട് തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ളൊരു അഭിപ്രായം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ PV അൻവർ എന്നുള്ളത് UDFന് ഇനി അങ്ങോട്ട് ആവശ്യമില്ലാത്ത ഒരാളായി മാറിയിരിക്കുന്നു എന്ന ചോദ്യം അവിടെയുണ്ട്. PV അൻവർ എന്തെങ്കിലും UDFൻ്റെ വിജയത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. ഇതേക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ബഷീർ, ഞാൻ വിചാരിക്കുന്നത് PV അൻവർ കാരണമാണ് UDF അധികാരത്തിൽ വന്നത് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് മണ്ടത്തരമായിരിക്കും. പക്ഷേ UDFൻ്റെ അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഇട്ട് കൊടുക്കുന്നത് PV അൻവറാണ് എന്ന് പറഞ്ഞാൽ അത് അധികമാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും അല്ലെങ്കിൽ UDFൻ്റെ മറ്റേത് ഘടകകക്ഷിയാണെങ്കിലും പുറത്ത് നിന്നിട്ടാണ് 10ാം വർഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരുന്നത്. PV അൻവർ അങ്ങനെയല്ല. PV അൻവർ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിനെ വിമർശിക്കുകയാണ് ചെയ്തത്. അതുവരെ വളരെ ഭദ്രമായി നിൽക്കുകയാണ് എന്ന് തോന്നിച്ചുകൊണ്ടിരുന്ന ഒരു സിസ്റ്റത്തെ വളരെ പെട്ടെന്ന് വളരെ ക്രിട്ടിക്കലായി, അതും ഒരു വിഭാഗത്തെ 2 തെരഞ്ഞെടുപ്പുകളിൽ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ LDFനൊപ്പം നിന്ന മുസ്ലിം ജനവിഭാഗത്തെ അവിടെ നിന്ന് അങ്ങോട്ട് അടർത്തി മാറ്റാൻ പാകത്തിലേക്ക് വളരെ കൃത്യമായിട്ടുള്ള അറ്റാക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നടത്തുകയാണ് PV അൻവർ ചെയ്തത്. ആ നിലയ്ക്ക് UDFന് ഒരു എഡ്ജ് കൊടുക്കുന്നതിൽ അൻവർ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എഡ്ജ് അതൊരു വളരെ ചെറിയ കാര്യമായി ഞാൻ കാണുന്നില്ല. ഒന്ന്, രാജീവ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വർഷം മുമ്പ് ഉള്ള സിനാരിയോ എടുത്താൽ PV അൻവർ പിണറായിക്കെതിരെയും മുഹമ്മദ് റിയാസിനെതിരെയും ഗുരുതരമായ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വരുന്ന ആ ഘട്ടം വരെ എടുത്താൽ ആ ഭരണത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ, സോളിഡായ വിമർശനങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് തന്നെ ശരിക്കും പറ്റിയിരുന്നില്ല. അതിനുശേഷം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അൻവർ അവിടെ ഏതാണ്ട് 20,000-ഓളം വോട്ട് പിടിച്ച് ആ ഒരു അന്തരീക്ഷം അൻവർ സൃഷ്ടിച്ചെടുത്ത ഒരു അന്തരീക്ഷമുണ്ട് യഥാർത്ഥത്തിൽ. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഇത്രയും വളരെ ഒരു വലിയ സ്വീപ്പ് UDF നേടിയത് എന്ന് പറഞ്ഞാൽ അതിൽ അൻവറിൻ്റെ പങ്ക് അത്ര ചെറുതല്ല. ഒന്ന്, UDFന് വിളിക്കാൻ മുദ്രാവാക്യം, ഉന്നയിക്കാൻ പ്രശ്നങ്ങൾ വളരെ വലിയ തോതിൽ LDF സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ മുന്നിലേക്ക് ഇട്ടുകൊടുത്തത് അൻവറാണ്. തൊട്ട് മുമ്പ് വരെ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിനകത്ത് കഴിഞ്ഞ ഡിസംബർ മാസം വരെ കോൺഗ്രസ്സിനകത്ത് പരസ്പരം കടിപിടിയായിരുന്നു. അതിനിടയിലും ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യുന്ന പ്രക്രിയ സൈഡിലൂടെ നടപ്പാക്കിയത് യഥാർത്ഥത്തിൽ അൻവറാണ് എന്ന് വേണമെങ്കിൽ പറയാം. CPIM ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് കണക്കാക്കപ്പെട്ട മണ്ഡലങ്ങളിലെ CPIMൻ്റെ പരാജയത്തിന് ഇടയാക്കുന്ന വിധത്തിൽ പാർട്ടിക്കകത്തൊരു ഫ്രിക്ഷൻ ഉണ്ടാക്കുന്നതിൽ ഈ അൻവറിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു. അപ്പോൾ പിണറായി വിജയനിലേക്ക് തെരഞ്ഞെടുപ്പ് ഫോക്കസ് ചെയ്യുക എന്ന പണിയാണ് യഥാർത്ഥത്തിൽ അൻവർ ചെയ്തത്. അതാണ് പിണറായി വിജയൻ ഉൾപ്പെടെ വ്യക്തിഗതമായി വോട്ട് കുറയുകയും LDFൻ്റെ കനത്ത തിരിച്ചടിയിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഞാൻ വിചാരിച്ചത് അതിനിടയിലും ബേപ്പൂരിൽ പക്ഷേ അൻവർ തോറ്റു. അൻവറിൻ്റെ തോൽവിക്ക് ഒരുപാട് വേറെ കാരണങ്ങളുണ്ട്. ഒന്ന്, മുഹമ്മദ് റിയാസ് ഇൻഡിവിജ്വലി ആ മണ്ഡലത്തിൽ തോൽപ്പിക്കുക വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥാനാർത്ഥിയായിരുന്നു. റിയാസ് വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ചിട്ടയായ വിധത്തിൽ തുടങ്ങിയിരുന്നു. ഓരോ ബൂത്ത് തിരിച്ച് കൃത്യം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയിരുന്നു. 2, ആ മണ്ഡലത്തിൻ്റെ സ്വഭാവം വളരെ പരമ്പരാഗതമായ തൊഴിലാളി
വോട്ടർമാർക്ക് വലിയ പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലമാണ്. മറ്റൊന്ന്, മന്ത്രി എന്ന നിലയിൽ മുഹമ്മദ് റിയാസ് കേരളത്തിൽ മറ്റ് ഒരിടത്തും അവൈലബിൾ ആകാത്ത വിധത്തിൽ സ്വന്തം മണ്ഡലത്തിൽ അവൈലബിൾ ആയിരുന്നു, വികസന പ്രക്രിയക്ക് അവൈലബിൾ ആയിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് മുഹമ്മദ് റിയാസിനെ അവിടെ തോൽപ്പിക്കുക എന്നത് ബുദ്ധിമുട്ടായിരുന്നു. അത്രയും വോട്ട് കുറച്ചു എന്നത് ചെറിയ കാര്യവുമല്ല. എങ്കിൽ പോലും വലിയ തോതിലുള്ള ഒരു പിന്തുണ, വളരെ ഒരു ഓർഗനൈസ്ഡായൊരു പിന്തുണ UDFൻ്റെ 2 ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നും, ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്ന് അൻവർ പ്രതീക്ഷിച്ച അത്രയും വലിയ പിന്തുണ കിട്ടിയില്ല എന്ന് പറയണം. അത് പറയുമ്പോഴേ നമ്മളിപ്പോൾ ഈ കേരളത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മത്സരം ഏതാണ്ട് തീരുമാനിക്കപ്പെട്ട മണ്ഡലമായിരുന്നു. അപൂർവ മണ്ഡലങ്ങളിലൊന്നായിരുന്നു. അതിൽ ആദ്യം എൻ്റർ ചെയ്തത്, അതായത് റിയാസ് നേരത്തെ മുതൽ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു വർക്ക് തുടങ്ങിയിരുന്നെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ ആ ഇലക്ഷൻ സിനാരിയോയിലേക്ക് എൻ്റർ ചെയ്യുന്നത് അൻവറായിരുന്നു. അൻവർ അവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് മുൻപില്ലാത്ത വിധത്തിലുള്ളൊരു ആവേശം കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്നതും അതിൻ്റെ വിഷ്വൽസും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നിരുന്നു. അപ്പോൾ ഇപ്പം അൻവർ പറയുന്നത് പോലെ കോൺഗ്രസും ലീഗും അവിടെ അൻവറിനെ പറ്റിച്ചു, അല്ലെങ്കിൽ അവർ പാലം വലിച്ചുകൊണ്ടാണ് ഞാൻ തോറ്റത് എന്ന് വിമർശിക്കാൻ അൻവറിന് സാധിക്കില്ല. ഇപ്പുറത്ത് UDFനെ സംബന്ധിച്ച് ഒരു ബേപ്പൂർ മണ്ഡലം മാത്രമല്ല, ഒരു പാൻ കേരള അജണ്ട സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിൽ അൻവർ വഹിച്ചൊരു വലിയ പങ്ക് ഇപ്പോൾ ബഷീർ പറഞ്ഞ മാതിരിയുണ്ട്. അതിൽ തന്നെ എന്താ പറയുക, കോൺഗ്രസിനെ സംബന്ധിച്ച് 2006 ശേഷം ഇങ്ങോട്ട് ഒരു സീറ്റിൽ പോലും കോൺഗ്രസ് ജയിക്കാത്ത കോഴിക്കോട് വലിയ വിജയം അവർക്കുണ്ടാവും. 20 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. മലപ്പുറം മുഴുവനായി അവർ പിടിച്ചെടുക്കുന്നു. കണ്ണൂർ CPMന് വലിയ പരാജയങ്ങൾ ഉണ്ടാകുന്നു. കാസർഗോഡ് അവർ എക്സ്പെക്റ്റ് ചെയ്യാത്ത വിധത്തിലുള്ള വിജയം UDFനുണ്ടാകുന്നു. അതായത് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലെ ഒരു വലിയ വിജയത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന വിധത്തിൽ ഈ ഞാനതിനെ ഒരു സമുദായ സമവാക്യം എന്ന് പറയുന്നില്ല, പക്ഷേ ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസം, LDFിലുണ്ടായിരുന്ന വിശ്വാസം ചോർത്തിക്കളയുന്നതിൽ അൻവർ വഹിച്ചൊരു വലിയ പങ്കുണ്ട്. ഇതിനെ തള്ളിപ്പറയാന്ന് പറയുന്നത് കോൺഗ്രസും ലീഗും ചെയ്യുന്ന ഒരു അല്ല, കോൺഗ്രസിനകത്തും UDF രാഷ്ട്രീയത്തിൽ പൊതുവായും അത്തരത്തിൽ ഒരു ഈ വിജയത്തിന് കാരണക്കാരനായ ആളെന്ന മട്ടിൽ അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ സംഭവിക്കില്ല. വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അൻവറിനെ കൊണ്ട് അവിടെ മുന്നണി വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അൻവറിനെ കൊണ്ട് പ്രയോജനമില്ല എന്ന്, അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ കടപ്പാട് തീർക്കുക എന്ന മട്ടിൽ അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നതിൽ യഥാർത്ഥത്തിൽ കാര്യമില്ല. അങ്ങനെ സംഭവിക്കാറില്ല. എനിക്കിപ്പോഴും തോന്നുന്നത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ യഥാർത്ഥത്തിൽ അൻവർ ഈ പറയുന്ന വേണ്ട പിന്തുണ ഉണ്ടായില്ല എന്ന് ഫറോക്ക് പഞ്ചായത്ത്, രാമനാട്ടുകര പഞ്ചായത്ത്, ഈ പഞ്ചായത്തുകളിൽ അൻവറിന് വേണ്ട വിധത്തിലുള്ള പിന്തുണ കിട്ടിയില്ല. അത് പരാജയത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കൗണ്ടിങ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ അൻവർ ഏറ്റവും അധികം നമ്മളോട് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട് അൻവർ അതിന് തൊട്ട് മുമ്പ്. ആ ഘട്ടത്തിൽ പോലും അൻവർ പറഞ്ഞത് ഫറൂഖ് രാമനാട്ടുകര പഞ്ചായത്തുകളിലേക്ക് വോട്ടെണ്ണൽ എത്തുമ്പോൾ ഞാൻ ലീഡിലേക്ക് വരും. അത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, റിയാസിന് വലിയ തോതിൽ വ്യക്തിഗതമായി റിയാസ് ചില മുസ്ലിം ലീഗ് നേതാക്കളെ ഉൾപ്പെടെ ഫറൂഖിലൊക്കെ സ്വാധീനിക്കുകയും അത് വോട്ടായി, റിയാസിന് അനുകൂലമായി വോട്ടായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ, ഒരു മണ്ഡലത്തെ മാത്രമായിട്ടെടുത്ത് ഒരു പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ നമുക്ക് തോന്നുക അവിടെ ആണ് കൈവിട്ടു പോയത് എന്നാണ്. എനിക്ക് മറ്റൊരു മുഹമ്മദ് റിയാസിനെതിരെയുള്ള സ്ഥാനാർത്ഥിത്വമാണല്ലോ അൻവർ ഒരു ഫൈറ്റായിട്ട് എടുത്തിട്ടാണ്. അതായത് ഇതിനെ ഞാൻ എക്സ്പോസ് ചെയ്യും, ഇതിനെ ഞാൻ പരാജയപ്പെടുത്തും എന്ന് പറഞ്ഞ് ഒരു ഫൈറ്റ് എന്ന മട്ടിലാണ് അദ്ദേഹം മത്സരം പ്രഖ്യാപിച്ചത്. അതിൽ മുഹമ്മദ് റിയാസിന് പകരം പിണറായി വിജയനെയാണ് ടാർഗറ്റ് ചെയ്തിരുന്നതെങ്കിൽ ചിലപ്പോൾ ചിത്രം മാറിയേനെ. കാരണം പിണറായി വിജയൻ അവിടെ ആദ്യത്തെ ഏതാണ്ട് 7 റൗണ്ടോളം പിന്നിൽ നിന്ന് കഷ്ടിച്ച് 20,000 വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷേ അവിടെ അൻവറിനെ പോലെ പ്രൊഫൈലുള്ള ഒരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ ഡയറക്റ്റായി തന്നെ ഒരു പക്ഷേ അവിടെ മത്സരത്തിൻ്റെ സീനിലേക്ക് വന്നേനെ എന്ന് തോന്നുന്നു. റിയാസ് എന്നതിന് പകരം പിണറായി എന്നാണ് അൻവർ ടാർഗറ്റ് ചെയ്തിരുന്നതെങ്കിൽ കുറേ കൂടി ചിത്രം മാറുമായിരുന്നു. കുറേ കൂടി ചിത്രം മാറുമായിരുന്നു. പക്ഷേ ഇലക്ഷൻ റിസൾട്ടിൽ വലിയ ചേഞ്ചൊന്നും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മത്സരം കുറേ കൂടെ വലുതാകുമായിരുന്നു, അൻവറിൻ്റെ ഒരു പ്രൊഫൈലും കുറച്ചുകൂടെ വലുതാകുമായിരുന്നു. പക്ഷേ
ഇലക്ഷൻ റിസൾട്ടും ഇന്ന് അൻവർ എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥയും ഏതാണ്ട് തുല്യമായി തന്നെ ശേഷിക്കൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബഷീർ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു അജണ്ട സെറ്റ് ചെയ്ത് കൊടുക്കുക, ആ അജണ്ടയിൽ ഉന്നയിച്ച വിഷയങ്ങളുടെ മെറിറ്റ് എന്താണ് എന്നുള്ളത് വേറെ പ്രശ്നമാണ്. അതായത് അൻവർ അന്ന് LDFൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും എതിരെ ഉന്നയിച്ച വിമർശനങ്ങൾ, അതുപോലെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തെ പോലീസിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അൻവർ ആരോപിച്ച പ്രശ്നങ്ങൾ, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല, നമുക്കറിയില്ല. അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് ഈ പല കാര്യങ്ങളും അട്ടിമറിച്ചു എന്ന് പറയുന്നതിൽ ശരിയും തെറ്റും നമുക്കിപ്പോഴും അറിയില്ല. MR അജിത് കുമാർ RSS നേതാവിനെ കാണാൻ പോയത് മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയും അറിവോടുകൂടെ ആയിരുന്നു എന്നുള്ള ആരോപണത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. തൃശ്ശൂർ പൂരം അട്ടിമറിച്ചത് MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ്, അത് BJP ജയിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള ഒരാക്ഷേപത്തിന് കുറെ കൂടെ ബലം നൽകാൻ അൻവറിന് സാധിച്ചിരുന്നു. അതിൻ്റെ വസ്തുതയും നമുക്കിപ്പോഴും അറിയില്ല. അതായത് അൻവർ അന്ന് ഉന്നയിച്ച ഒരു വിഷയത്തിൻ്റെയും യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്കിപ്പോഴും അറിയില്ല. പക്ഷേ ആ വിഷയങ്ങളെല്ലാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFൻ്റെയും പർട്ടിക്കുലർലി പിണറായി വിജയൻ്റെയും ഒരു പിണറായി വിജയൻ്റെ പരാജയം എന്ന് പറയുന്നത് ധർമ്മടത്തെ പരാജയമല്ല ഞാൻ പറയുന്നത്, ടോട്ടൽ ഇലക്ഷൻ്റെ ഒരു ക്യാമ്പയിൻ ലീഡർ എന്നുള്ള നിലയ്ക്ക്, പോസ്റ്റർ ബോയ് എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയനെ പ്രതിഷ്ഠിക്കുകയും അദ്ദേഹം അവിടെ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ പരാജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളതിൽ ഒരു തർക്കമില്ല. ഈ വിഷയങ്ങളിൽ ഒന്നിൽ പോലും ഈ 3 മാസത്തിനിടെ ഇപ്പോൾ MR അജിത് കുമാറിൻ്റെ ഒരു സസ്പെൻഷൻ ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ വേറെ മറ്റു കാര്യങ്ങളിലൊന്നും വലിയ മുൻപോട്ട് പോക്കൊന്നും ഉണ്ടായിട്ട് ഞാൻ കാണുന്നില്ല. അല്ല, ഒന്ന് ഇപ്പോൾ അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ ഒന്നിലും തീർപ്പായില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ സർക്കാരിൻ്റെ കാലത്ത് തന്നെ സംഭവിച്ചൊരു കാര്യം, അൻവർ പ്രധാനമായും ഉന്നയിച്ചത് P ശശിയുടെ നേതൃത്വത്തിൽ ഭരണം ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് RSSന് അനുകൂലമായി പോലും കാര്യങ്ങൾ നടക്കുന്നു. ഇതാണ് അൻവറിൻ്റെ ആരോപണത്തിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. അത് ആ കാലത്ത് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രിയുടേതായി വന്നൊരു ഇൻ്റർവ്യൂവിൽ അത് ഏതോ ഒരു PR ഏജൻസി നിന്ന് മലപ്പുറത്തിനെതിരെയും മുസ്ലിം വിരുദ്ധമായുമുള്ള ഒരു കമൻറ്റ് തിരികെ കയറ്റി അത് ഹിന്ദുവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടതും പിന്നീട് അതിന് തിരുത്തി, പക്ഷേ പ്രോപ്പറായൊരു തിരുത്തല്ല വന്നത്. അപ്പോൾ ആ വിധത്തിലുള്ള കാര്യങ്ങൾ അക്കാലത്ത് തന്നെ നടപ്പാവുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ വസ്തുത ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ രാജീവ് ഈ പറഞ്ഞത് ശരിയാണ്. അൻവർ മുന്നോട്ട് വെച്ച വിഷയങ്ങളുടെ പുറത്തൊരു തിരഞ്ഞെടുപ്പ് നടന്നെങ്കിലും ആ കാര്യങ്ങളിൽ പിന്നീട് വന്ന സർക്കാർ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുകയോ അതിലൊരു തീർപ്പ് വരുത്തുകയോ ആ കാര്യങ്ങളൊരു ക്ലാരിറ്റി വരുത്തുകയോ ചെയ്തില്ല എന്നതുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി UDFനെ സംബന്ധിച്ച് അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ആ ആവശ്യം കഴിഞ്ഞു, പിന്നീട് അങ്ങോട്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ചിന്തയൊന്നും UDFന് സ്വാഭാവികമായി ഉണ്ടാകാനില്ല. അൻവറിനെ നമ്മൾ സവിശേഷമായിട്ട് എടുത്താൽ അൻവറിൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് തുടങ്ങി പിന്നീട് കോൺഗ്രസിനെതിരെ മത്സരിച്ച് കോൺഗ്രസിൽ നിന്ന് പുറത്തു നിന്ന് സ്വതന്ത്രനായി മത്സരിക്കുന്നു. അന്ന് CPM പിന്തുണയ്ക്കുന്നു. CPIയെ പോലും സ്ലൈറ്റ് ചെയ്തുകൊണ്ടാണ് അന്ന് CPM അൻവറിനെ പിന്തുണയ്ക്കുന്നത്. അതിനുശേഷം നിലമ്പൂർ പിന്തുണ കൊടുക്കുന്നു, 2 തവണ ജയിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും അൻവറിൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ 10 വർഷം അധികാരത്തിലിരുന്ന ഒരു സർക്കാർ വീണ്ടും തുടരും എന്നുള്ളൊരു പ്രതീക്ഷ ജനിപ്പിച്ചൊരു സർക്കാരിനെ തോൽപ്പിക്കാൻ പാകത്തിലുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്ത് കൊടുത്ത ഒരാളാണ് ഞാൻ എന്നൊരു തോന്നൽ അൻവറിനുണ്ടാവും. അത് തോന്നലാണെങ്കിലും തോന്നലിനപ്പുറത്ത് എന്തെങ്കിലുമാണ്, ആ തോന്നലെങ്കിലും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് തന്നെ കുറെ കൂടെ അക്കമഡേറ്റ് ചെയ്യും എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ അൻവറിനുണ്ടാവില്ലേ? ഇനി അങ്ങോട്ട് അൻവർ എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അൻവർ നേരത്തെ തന്നെ മറ്റ് പാർട്ടികളുമായി ഇപ്പോൾ DMKയുമായി ചേരാൻ ശ്രമിച്ചു, അതുപോലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആകാൻ ശ്രമിച്ചു. ആ വിധത്തിൽ അൻവർ UDFനകത്തൊരു അക്കമഡേഷൻ പ്രോപ്പറായി കിട്ടില്ല എന്ന് തോന്നിയ ഘട്ടത്തിൽ വേറെ രീതിയിൽ തന്നെ ഒരു രാഷ്ട്രീയ സ്വന്തമായി തന്നെ ഒരു നീക്കം നടത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടല്ലോ. ആ വിധത്തിലുള്ള നീക്കങ്ങൾ ഇനിയും ഒരു പക്ഷേ അൻവറിൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൂടായികയൊന്നുമില്ല. ഒരു തെരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്യുന്നതിൽ PV അൻവറിന് സവിശേഷമായൊരു സിദ്ധിയുണ്ട്. അത് പൊന്നാനിയിലും നിലമ്പൂരിലും മറ്റ് നേരത്തെ പറഞ്ഞ ഏറനാട് മണ്ഡലം അതായത് ഒരു 3ാം സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ട് CPI സ്ഥാനാർത്ഥിക്ക് 5000-ൽ താഴെ വോട്ടായി, ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് CPIയുടെ 5000-ൽ താഴെ വോട്ടായി പോയ സ്ഥിതി.
അതൊക്കെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്യുക എന്നതിൽ പി വി അൻവറിനൊരു, പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു സ്വന്തമായൊരു സർവേ നടത്തി അവതരിപ്പിച്ചിരുന്നു. അതിലേറെക്കുറെ UDF ഈ വിജയം, പിന്നീട് സംഭവിച്ച വിജയം അൻവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം മണ്ഡലത്തിലേതൊഴികെ ബാക്കി ഏറെക്കുറെയൊക്കെ ശരിയായി വരികയും ചെയ്തിരുന്നു. പക്ഷേ അൻവറിനെ ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഈ അജണ്ട മാറിക്കഴിഞ്ഞു. അടുത്ത രാഷ്ട്രീയ അജണ്ടയിൽ അൻവർ ഈ ഉന്നയിച്ച പ്രശ്നങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഉന്നയിച്ച പ്രശ്നങ്ങളുടെ പുറത്ത് അൻവറിനെ പാർട്ടി അക്കോമഡേറ്റ് ചെയ്യണം, UDF കോൺഗ്രസ് അക്കോമഡേറ്റ് ചെയ്യും എന്ന് കരുതാനാവില്ല. പകരം ഒരുപക്ഷെ മലബാർ രാഷ്ട്രീയത്തിൽ ഒരു സ്വാധീനം ചെലുത്താവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മുസ്ലിം ലീഗിൻ്റെ കൂടി ഒരു സമ്മതപ്രകാരമോ കോൺഗ്രസ് ഒരുപക്ഷെ അൻവറിനെ അക്കോമഡേറ്റ് ചെയ്തേക്കാം എന്നാണ്. അത് ആ ഒരു സാധ്യത ഉണ്ടോ? കാരണം വെച്ചാൽ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യുന്നതിൻ്റെ ലീഗിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശനാണെന്ന് ഔട്ട്റൈറ്റായിട്ട് അത് നടക്കില്ല എന്ന സ്റ്റാൻഡ് എടുത്തത്. അന്ന് ഭയങ്കര ഡ്രാമ നമ്മൾ കണ്ടതാണ്, പല വിധത്തിലുള്ള ഡ്രാമ നമ്മൾ കണ്ടതാണ്. ഒരു പാതിരാക്ക് കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ കൂടെ അൻവറിൻ്റെ വീട്ടിൽ പോയി സംസാരിക്കുന്നതിൻ്റെ വിഷ്വലൊക്കെ പുറത്തു വന്നിരുന്നു. അങ്ങനെ പല നിലക്കുള്ള ഡ്രാമ നമ്മൾ കണ്ടതാണ്. അന്ന് തന്നെ ഒരു പക്ഷേ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടാകും അൻവറിനെ ഇനി അങ്ങോട്ട് വളരാൻ വിടേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് ബേപ്പൂർ ഇപ്പോൾ അവർ അൻവർ മത്സരിച്ചാലും ആര് മത്സരിച്ചാലും ഒരു പക്ഷേ തോൽക്കാനിടയിലുള്ളൊരു സീറ്റ് എന്നുള്ള നിലയിൽ അവിടെ മത്സരിച്ചോട്ടെ എന്ന് വിചാരിച്ച് അവിടുത്തെ ആ സീറ്റ് അങ്ങ് കൊടുക്കുന്നു. ഒരു ഇനീഷ്യലി ഒരു ഒരു അൻവറൊക്കെ വരുമ്പോൾ വലിയ സ്വീകരണം ഒരുക്കുന്നു, ഭയങ്കര ഒരു ഗ്രാൻഡ് വെൽക്കത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നു. അത് ആ വഴിക്ക് അങ്ങ് പോയിക്കോട്ടെ എന്ന് ഈ പ്രവീണും മായിനാജിയും ഇപ്പോൾ ഇത് പറയുന്നത് അൻവർ ഇനി ഇവിടെ കേന്ദ്രീകരിച്ച് നിൽക്കേണ്ടതില്ല എന്നൊരു മെസ്സേജ് ആയിരിക്കണം. ഒരു പക്ഷേ ബേപ്പൂർ അടുത്ത തവണ ഞങ്ങൾക്ക് തന്നെ വേണം എന്നൊരു മെസ്സേജ് കൂടിയായിരിക്കും. അത്ര ദൂരെ വളരെ മുൻകൂട്ടി തന്നെ എറിയുന്നതായിരിക്കണം അത്. അതുകൊണ്ട് അൻവറിന് മലപ്പുറം കേന്ദ്രീകരിച്ച് തന്നെയുള്ള പൊളിറ്റിക്കൽ അക്കോമഡേഷൻ എന്നതാണ് സ്വാഭാവികമായി സംഭവിക്കേണ്ടത്. അങ്ങനെ സംഭവിക്കുമെന്ന് കരുതാം. എന്ന കൗതുകരമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ ഈ പ്രവീൺ ഇത് പറയുന്നു, അൻവർ അതിന് മറുപടി പറയുന്നു. അതിൻ്റെ തൊട്ട് പുറകെ KT ജലീലും കാരാട്ട് റസാഖും, ഈ രണ്ട് ക്യാരക്ടേഴ്സും ഈ എന്താ പറയുക അൻവർ എന്ന് പറയുന്ന എപ്പിസോഡിൽ വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ്. ഇവർ രണ്ടുപേരും അൻവറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അൻവറിന് വേണമെങ്കിൽ ഇതേ ഇഷ്യൂസ് വെച്ചുകൊണ്ട് തിരിച്ചു പോകാവുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ നിലവിലുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഏത് വിധത്തിലാണോ LDF സർക്കാരിന് മേലും പിണറായി വിജയന് മേലും ഒരു RSS ബന്ധം ആരോപിക്കപ്പെട്ടത്, അതിനേക്കാൾ കൂടുതൽ ആരോപിക്കപ്പെടാവുന്ന ഒരു സാഹചര്യം ഒരു 100 ദിവസത്തിനുള്ളിൽ VD സതീശൻ സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അത് സ്വമേധയാ ഉണ്ടാക്കിയതാവാം, അല്ലെങ്കിൽ നിവൃത്തിയോട് കൊണ്ടുണ്ടായതാവാം, എന്തും ആവാം. പക്ഷേ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തൊട്ട് പുറകെ KT ജലീലും കാരാട്ട് റസാഖും ഒക്കെ അൻവറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ഈ അന്തരീക്ഷത്തെ വീണ്ടും ഉപയോഗിക്കാൻ അല്ലെങ്കിൽ വീണ്ടും ഉപയോഗപ്പെടുത്താനുള്ളൊരു സാധ്യത അൻവറിന് മുമ്പിലുണ്ടോ? പിണറായി വിജയൻ വ്യക്തിഗതമായി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അല്ലാതിരിക്കുകയും പിണറായിക്ക് അപ്പുറത്തേക്കൊരു നേതൃത്വം വളർന്നു വരികയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ താൻ ഉന്നയിച്ചത് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിണറായി വിജയൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ്, അല്ലാതെ അതൊരു ഇടതുപക്ഷത്തിനെതിരായ ഒരു കാര്യമല്ല എന്ന് പറഞ്ഞ് അൻവറിന് വേണമെങ്കിൽ തിരിച്ച് പോകാവുന്ന സാഹചര്യമേ ഉള്ളൂ. പക്ഷേ അതല്ലല്ലോ സ്ഥിതി. പിണറായി വിജയൻ അവിടെ തന്നെ അതുപോലെ നിൽക്കുകയാണ്. പിണറായി വിജയനെ തന്നെ ടാർഗറ്റ് ചെയ്താണ് അൻവർ എല്ലാ ആരോപണങ്ങളും ഉന്നയിച്ചത്. ആ അന്തരീക്ഷത്തിൽ തിരിച്ച് അൻവറിന് അങ്ങനെ തിരിച്ചു ചെല്ലാൻ പറ്റുമോ, തിരിച്ച് അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യപ്പെടുമോ, അൻവറിനെ കൊണ്ട് അത് സാധിക്കുമോ തുടങ്ങിയതൊക്കെ പ്രശ്നമാണ്. അതേസമയം CPIM-ലും ഇടതുപക്ഷത്തും ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടാവുകയാണെങ്കിൽ മലപ്പുറത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ 16 സീറ്റ് UDF കൈയടക്കി വെച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ CPIM-ന് ഇനിയും വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു മുതലാണ് അൻവർ എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പല മുതലുകളിൽ മുൻകാലത്ത് CPIM-ഉം ഇടതുപക്ഷവും ഒക്കെ മലബാർ രാഷ്ട്രീയത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു റീഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യം PV അൻവർ അവശേഷിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കോഴിക്കോട്ടെ നേതൃത്വമാണ്, അല്ലെങ്കിൽ കോഴിക്കോട്ട് മത്സരിക്കാൻ താല്പര്യം ഇപ്പോഴും നിലനിർത്തുന്ന ആളുകളാണ് വിമർശിക്കുന്നത്, അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന സൂചന നൽകുന്നത് എങ്കിൽ പോലും അൻവറിൻ്റെ കാര്യത്തിൽ കോൺഗ്രസും UDF-ഉം അത്രത്തോളം താല്പര്യം ഇപ്പോൾ കാണിക്കാത്തത് കൊണ്ട് തിരിച്ചൊരു
രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാൻ അല്ലെങ്കിൽ മുൻകാല രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനുള്ളൊരു ചാൻസ് അവിടെ അൻവർ ഇപ്പോഴും നിലനിർത്തുന്നുണ്ടാവണം. അത് എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. എപ്പിസോഡിലൂടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.